അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വിശ്വാസികൾ ചിന്തിക്കുന്നില്ല. നേരെ മറിച്ച് അവിടെ ചെന്ന് ഈ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും പേര് പറഞ്ഞുകൊണ്ട് തന്നെ ആ ഖബറിൽ കിടക്കുന്ന ഖബറാളിയോട് പ്രാർത്ഥിക്കുമ്പോൾ ഇവിടെ ജീവിച്ചിരുന്ന ഉള്ളാൾ തങ്ങളുടെ അവസ്ഥ എന്തായിരുന്നുവെന്ന് ആ ഉള്ളാൾ തങ്ങളുടെ കഥ പറഞ്ഞുകൊണ്ട് പുറത്തിറക്കിയ കഥാപ്രസംഗത്തിൽ തന്നെ പറയുന്നു. കേട്ടു നോക്കൂ. സയ്യിദ് മദനി തങ്ങളും സഹധർമ്മിണിയും സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് മാതൃകാ ജീവിതം നയിച്ചു വരികയാണ്. കാലങ്ങൾ മുന്നോട്ട് പറന്നു. ആ ദാമ്പത്യ വല്ലരിയിൽ ശൂലങ്ങളൊന്നും വിരിഞ്ഞില്ല. എങ്കിലും പരസ്പര സ്നേഹത്തിന് കുറവോ ജീവിത നൈരാശ്യമോ ഒന്നും ഉണ്ടായില്ല. അവർ എങ്ങനെ നിരാശപ്പെടാനാണ്? എല്ലാം നിയന്ത്രിക്കുന്നതും നടത്തുന്നതും സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണെന്ന് അടിയുറച്ച് വിശ്വസിച്ച ആ ദമ്പതിമാരിൽ നിന്ന് എങ്ങനെ അസ്വാരസ്യങ്ങൾ സംഭവിക്കാനാണ്? പട്ടിണിയുടെയും കഷ്ടപ്പാടിന്റെയും കഥകൾ മഹാനവറുകളുടെ ജീവിതത്തിൽ ഏറെ ഉണ്ടായിട്ടുണ്ട്. കണ്ടോ? അപ്പൊ കുട്ടി ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, പട്ടിണിയും കഷ്ടപ്പാടും ജീവിതത്തിൽ ഏറെ ഉണ്ടായി. അങ്ങനെ അദ്ദേഹം കുറെ കഷ്ടപ്പെട്ട അവിടെ ജീവിച്ചത് എന്ന് മാത്രമല്ല, അദ്ദേഹം മരിക്കാൻ നേരത്തൊന്നുമില്ല. ആ സമയത്ത് ഭാര്യ ചോദിക്കണല്ല, ഞാനിനി എങ്ങനെ ജീവിക്കും, നിങ്ങൾ ഏതാണ്ട് പോകാറായിട്ടുണ്ട്, ഞാൻ എങ്ങനെ ജീവിക്കുന്നതാണ്. അപ്പൊ ഉള്ളാൾ തങ്ങൾ പരിഹാരം പറഞ്ഞു കൊടുത്തത്ര, ഞാൻ പോയാലും വേണ്ടിയില്ല, എന്റെ ഖബർ ഇവിടെ ഉണ്ടാകും, അവിടുന്ന് എനിക്ക് വരുമാനം കിട്ടിക്കോളും. കേട്ടോളൂ. അത് നിത്യജീവിതത്തിന് പോലും വകയില്ലാതെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന സയ്യിദ് അവറുകളുടെ പ്രിയ പ്രേയസി ഒരിക്കൽ മഹാനവറുകളുടെ സമീപത്ത് ചെന്ന് താഴ്മയോടെ ചോദിച്ചു, മഹാനവറുകളെ, അങ്ങ് രോഗശയ്യയിലാണ്. ജന്മം അല്ലാഹു തന്നു, അതുകൊണ്ട് തന്നെ മരണം അവന്റെ സഹയാത്രികനാണ്. ആര് എപ്പോൾ മരിക്കുമെന്ന് ആർക്കും തിരിച്ചറിവില്ല. സാധുവായി എനിക്ക് മുമ്പാണ് അങ്ങ് വഫാത്താകുന്നതെങ്കിൽ ഇനിയും ഞാൻ ദുരിതത്തിലേക്ക് വഴുതിവീ. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. ഇത് കേട്ട് മഹാനവറുകൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ബീവി, ഒന്നും ഭയപ്പെടേണ്ട, നിനക്ക് ജീവിക്കാനുള്ള വക എന്റെ കബറിടത്തിൽ നിന്ന് ലഭിക്കും. അപ്രതീക്ഷിതമായ മറുപടി കേട്ട് ബീവി വിങ്ങിപ്പൊട്ടി. എങ്ങനെ പൊട്ടാതിരിക്കും? കാരണം വെച്ചാൽ മരിച്ചു കഴിഞ്ഞാൽ കബറിൽ നിന്ന് വരുമാനം വരും എന്ന് പറഞ്ഞാല് എങ്ങനെയാ വരുമാനം വരല്? ഈ സമൂഹത്തെ ചൂഷണം ചെയ്തുകൊണ്ട് തന്നെ അങ്ങനെ തന്നെ വരുമാനം വന്നത് അല്ലേ? അതാണല്ലോ ഉള്ളാൾ ദർഗയുണ്ടായി, പിന്നീട് ഒരു ഉള്ളാൾ ആടുമുണ്ടായി. ഉള്ളാൾ ദർഗയുണ്ടായി, ഉള്ളാൾ ആടുമുണ്ടായി. എന്തിനാ? സഹധർമ്മിണിക്കുള്ള വരുമാനവുമായി വന്നത് എങ്ങനെ? ആടിന്റെ രൂപത്തിലാണ്, ഉള്ളാൾ ആടായിക്കൊണ്ടാണ്. ഉള്ളാൾ ആടായി എന്ന് പറഞ്ഞാൽ ഉള്ളാളിലേക്ക് ചേർന്ന ആട്. ആ ഉള്ളാൾ ആട് രംഗപ്രവേശനം ചെയ്തു, ഈ സമൂഹത്തിന് ചുറ്റി നടന്നു, ഇല്ലേ? ആളുകൾ ആദരിക്കാൻ തുടങ്ങി. നമുക്കറിയാം വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആനിൽ സൂറത്ത് മാഇദയിൽ ഒരു സൂക്തമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറയുന്നുണ്ട്. എന്താണെന്ന് പറയുന്നത്? മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാം വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ വഅക്സറുഹും ലാ യഅഖിലൂൻ. ഓ പ്രവാചകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹീറത്തോ സായിബത്തോ വസീലത്തോ ഹാമോ അവർക്കൊരിക്കലും നേർച്ചയായി നിശ്ചയിച്ചിട്ടില്ല, അവർക്ക് നേർച്ചയായി അല്ലാഹു പഠിപ്പിച്ചിട്ടില്ല. വലാകിന്നല്ലദീന കഫറൂ യഫ്തറൂന അലല്ലാഹിൽ കദിബ, എന്നാൽ അവിശ്വാസികളായ അധർമ്മകാരികളായ ആളുകൾ അല്ലാഹുവിന്റെ പേരിൽ കളവ് പറയുകയാണ്, നുണ പറയുകയാണ്. വഅക്സറുഹും ലാ യഅഖിലൂൻ, അവരിലധികം ആളുകളും ചിന്തിക്കാത്തവരാണ്. വസീലത്ത്, സായിബത്ത്, വസീലത്ത്, ഹാമ്, ബഹീറത്ത്, ഈ രൂപത്തിലുള്ള നേർച്ചകൾ, ആ നേർച്ചകൾ ഒരിക്കലും മുശ്രിക്കുകൾക്ക്, മക്കയിലെ ആളുകൾക്ക് അല്ലാഹു ഒരിക്കലും നിശ്ചയിച്ചു കൊടുത്തിട്ടില്ല നബിയെ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പറയുകയാണെന്ന്, വമിസ്ലു ദാലിക ഫിൽ ഹുർമതി മാ യഫ്അലുഹു ബഅദ സുഫഹാഇൽ അവാം. ആ ജാഹിലിയ കാലഘട്ടത്തിൽ അല്ല പഠിപ്പിക്കാത്ത നിലയിൽ നിലകൊണ്ട നേർച്ചകൾക്ക് തത്തുല്യമായ നേർച്ചയാണ് ഇന്ന് ചില വിവരമില്ലാത്ത ആളുകൾക്കിടയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവർ ചെയ്യുന്നത്? യുർസിലൂന ഇജ്ലൻ ഔശാതൻ അലസ്മി വലിയ്യിൻ മിനൽ ഔലിയാ, ഔലിയാക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വലിയിന്റെ പേരിൽ ഒരാടിനെയോ ഒരു മൂരിയെയോ അവർ അയച്ചു വിടുകയാണ്. ആ മൂരി, ആ ആട് ഇങ്ങനെ നടന്നുകൊണ്ട് തഅക്കുലു മിൻ അംവാലിന്നാസ്, ജനങ്ങളുടെ മുതൽ ഭക്ഷിക്കുകയാണ്. പക്ഷേ വലാ യതഅറദു ലഹാ അഹദ്, ഒരാളും അതിനെ തടയുകയില്ല, ആരും ആ മൃഗത്തെ പിടിച്ചു കെട്ടൂലാണ്. നേരെ മറിച്ച് ആ മൃഗം ഇങ്ങനെ നടക്കുകയാണ്.
ഇത് കണ്ടിട്ട് ഒരാള്, ഈ സമൂഹത്തിന്റെ ദുര്യോഗം കണ്ടിട്ട് ഒരാള് ആ സമൂഹത്തെ ഉപദേശിച്ചാലോ, ഫൈദാ നസഹുൽ ഇൻസാൻ വഖാല ഇന്ന ദാലിക ഹറാം അസാഉ ബിഹില്ലൻ, ഇത് കണ്ടിട്ട് ഒരാൾ അവരെ ഗുണദോഷിച്ചാൽ, അവരോട് ഗുണകാംക്ഷയോടുകൂടി മനുഷ്യ ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇത് ഹറാമാണ് എന്ന് പറഞ്ഞു പോയാൽ അസാഉ ബിഹില്ലൻ, മറ്റുള്ളവർ ഇയാളെക്കുറിച്ച്, ഈ ഉപദേശിച്ചവനെ കുറിച്ച് തെറ്റായി ധരിച്ചിട്ട് വഖാലു, അവര് പറയും ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയാ, ഇവൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവനാണ്, ഔലിയാക്കളോട് ഹുബ്ബില്ലാത്തവനാണ് എന്ന് മറ്റുള്ളവർ ഇവനെ കുറിച്ച് പറയുമെന്നാണ്. ആരെങ്കിലും ഉപദേശിച്ചാൽ പിന്നെ ആ ഉപദേശി വിട്ടു, ആ ഉപദേശിച്ചവനെ കുറിച്ച് ജനങ്ങൾ ഇവൻ ഔലിയാക്കളെ സ്നേഹിക്കാത്തവനാണെന്ന് പറഞ്ഞു വരത്തും. എന്നിട്ട് ഇത് വിശദീകരിച്ചിട്ട് സാവി പറയാണ്, ഇങ്ങനെ ആടുമാടുകളെ ഏതെങ്കിലും ഒരു വലിയന്റെ പേരിൽ നേർച്ചയാക്കി പുറത്തു വിടുന്നത് അത് ഖുർബത്താണ്, അത് പുണ്യകരമാണ്, അത് വഴിപ്പെടലാണ് എന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ ഫഖദ് കഫറു, അവൻ കാഫിറായി, അവൻ അവിശ്വാസിയായി. ഇല്ല, ഇനി അങ്ങനെ ഒരു വിശ്വാസമൊന്നുമില്ലെങ്കിൽ തന്നെ ഫഹുവ മിൻ ജുംലത്തിൽ മുഹറമാത്, ശുദ്ധ ഹറാമാണെന്നാണ്, തനിച്ച ഹറാമുകൾപ്പെട്ട ഹറാമാണത് എന്ന് പണ്ഡിതന്മാർ പറയുമ്പോ ഈ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തി നാട്ടിൽ ആടിറങ്ങി. എവിടത്തേക്കാട്? ഉള്ളാളത്തേക്കാട്. എന്നിട്ട് ആ ആട് എന്തൊക്കെ ഉണ്ടാക്കിയത്, ആ ആടിന്റെ പേരിൽ എന്തൊക്കെ പറഞ്ഞു പരത്തിയത് കേട്ടോളൂ നിങ്ങൾ. വിശുദ്ധ റംസാൻ മാസം അവസാനിക്കുന്ന സമയത്ത് വിശ്വാസത്തെ ചൊല്ലിയുള്ള ഒരു തർക്കത്തിൽ ഒരാട് നായകനാവുന്നു. ഇത് ഒരു സാധാരണ ആടല്ല. ഈ ആടിന്റെ കഴുത്തിൽ ഒരു കാണിക്ക സഞ്ചിയുണ്ട്. കർണാടകയിലെ ഉള്ളാളം പള്ളിയിലേക്കുള്ള നേർച്ചയാണിത്. അതെ, ഒരു ഇസ്ലാം മതവിശ്വാസത്തിന്റെ പ്രതീകമാണ് ഈ ആട്. കഴിഞ്ഞ റംസാൻ മാസത്തിൽ ഈ ആട് അണ്ടൂർ കോണത്തും പരിസരത്തും ഉണ്ടായിരുന്നു. നേർച്ചയായി ലഭിക്കുന്ന പണം മുഴുവനുമായി ആട് തനിയെ ഉള്ളാളം പള്ളിയിലെത്തുമെന്നതാണ് വിശ്വാസം. എന്നാൽ ഈ കൊച്ചു ഗ്രാമത്തിൽ ഈ പ്രവൃത്തിയുടെ ധർമാധർമ്മങ്ങളെ ചൊല്ലി തർക്കമുയരുന്നതിന് അണിയറ സാക്ഷിയായി. ഞാൻ മുസ്ലിമാണ്, യഥാർത്ഥ മുസ്ലിം. കാരണം ഖുർആനിലെ സുന്നത്തിനെ വിശ്വസിക്കുന്ന യഥാർത്ഥ മുസ്ലിമാണ്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യസമേതം പറഞ്ഞത്. അല്ലാതെ ഈ ശിർക്ക് ചെയ്യാൻ ഞങ്ങൾക്ക് ബഹുദൈവ ആരാധന പാടില്ല, വിഗ്രഹാരാധന പാടില്ല, ബിംബാരാധന പാടില്ല, അള്ളാഹുവിനെ മാത്രം ഇബാദത്ത് ചെയ്യാം. ആ രീതിയിലുള്ള ആളാണ് ഞാൻ, മുസ്ലിങ്ങൾ. പക്ഷെ എന്റെ സമുദായത്തിൽപ്പെട്ടവർ ധാരാളം പേർ അവർ ശിർക്ക് ചെയ്യുന്നുണ്ട്. എന്താ, ഞാൻ വിശ്വസിക്കുന്ന മതത്തിൽ നടക്കുന്ന ഇതൊരു അനാചാരമാണ്, ഇത് ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ്. കുറെ അറിവില്ലാത്ത ജനങ്ങൾ ഈ ആടിനെ വെച്ച് ചൂഷണം ചെയ്യുന്നു. അത് ഏതൊരു ആടിനെ പിടിച്ച് വിട്ടു കഴിഞ്ഞാൽ ഈ രീതിയിൽ വരും. അതിനെന്തറിയാം, അതിന്റെ ജനിതക കോഡുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് പോലെ അതിന് ജീവിക്കാൻ കഴിയുള്ളൂ, അല്ലേ? ഈ ആടെന്ത് വഴിച്ചു? മനുഷ്യൻ വഴിച്ചു. ഇതൊരു വാർത്തയാക്കി മാറ്റി. ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? ഇപ്പൊ എന്റെ വീട്ടിൽ വന്ന ആട്, എന്റെ ഒരു ആടിനെ കാണിച്ച് എന്റെ ആടിന്റെ കൂട്ടത്തിൽ കിടന്നു, എന്ത് ചെയ്യാൻ പറ്റും? മനുഷ്യർ വന്ന് അതിനെ വീണ്ടും പിടിച്ചോണ്ട് വരുന്നു. അത് ആട് തിന്നുന്നതാണ് അതിന് കൊടുക്കേണ്ടത്, അല്ല മനുഷ്യൻ തിന്നെ ആടിന് കൊടുക്കാൻ പറ്റും? എന്ത് നേർച്ച? നേർച്ച എന്ന് പറഞ്ഞാൽ എന്താണ് നേർച്ച? ഇസ്ലാമിലുള്ള നേർച്ച ഏകദൈവത്തിന് അല്ലാഹുവിന് മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ, നേർച്ച നേരാവൂ. ഔലിയാക്കൾ മഹാന്മാരാണ്, അവരുടെ പേരിൽ കൂത്തുകളെ നടത്താൻ പാടില്ല. ഔലിയാക്കൾ ആടായിട്ടാണ് ചിത്രീകരിക്കുന്നത്. ഇത് ശുദ്ധമായ തെമ്മാടിത്തരമാണ്. എന്താ ആടായിട്ടൊന്നും ഔലിയാക്കളെന്ന് ചിത്രീകരിക്കരുത്. ഈ ആടിന്റെ പേർക്ക് എന്താ കറാമത്തുള്ളത്? അങ്ങനെ ആവശ്യമല്ല പറയണ്ട, അങ്ങനെ ആവശ്യമല്ല പറയണ്ട. എനിക്കെന്തോ മുസ്ലിങ്ങളുടെ വിശ്വാസം ചില നേർച്ചകള് നടത്താറുണ്ടെന്നുള്ള നിയമങ്ങളുണ്ട്, ഇസ്ലാമികപരമായി നേർച്ചകൾ നടത്താന്നുള്ളത്. ജനങ്ങളിൽ അറിവില്ലാത്തവരാണ് കൂടുതൽ. അതുകൊണ്ട് ആ അറിവില്ലായ്മ ചെയ്യുന്നത് ആടിനെ സഞ്ചി കെട്ടിക്കൊണ്ടിട്ട് അതിനെ കൊണ്ടുവന്ന് കാശിടേണ്ട കാര്യം എന്താ? ആൾക്കാരിങ്ങനെ പൈസ ഇടുന്നു. അപ്പോൾ ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റിക്കാർ പൈസ എടുക്കും, അതിനെ അവരെ അയച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ വന്നിട്ട് നേർച്ചകളെല്ലാം വന്നിട്ട് അള്ളാഹുവിനുള്ളതാണ് വന്നിട്ട്. അപ്പം ഒരു വ്യക്തി അള്ളാഹുവിന് വേണ്ടി മാത്രമേ നേർച്ച നേരാൻ പാടുള്ളൂ. അല്ലാത്ത നേർച്ചകൾ വന്നിട്ട് അള്ളാഹു സ്വീകരിക്കുകയില്ല. അണിയറ പക്ഷം ചേരുന്നില്ല. ആട് നായകനാവുന്ന ഈ തർക്കത്തിന്റെ പരിഹാരം കാണേണ്ടത്
വിശ്വാസികൾ വിശ്വസിക്കുന്നവർ തന്നെയാണ്. അവരുടെ വിശ്വാസ പ്രമാണങ്ങൾ അവരുടെ തർക്കം പരിഹരിക്കണം. കണ്ടോ? അപ്പോ ഒരാട് ഉണ്ടാക്കിയ വിനയാണ്. എന്തെല്ലാം പ്രയാസമാണ്. ആ ആട് ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കി. സംഗതി അതുകൊണ്ട് അവസാനിച്ചോ? ഇല്ല. ആടിങ്ങനെ വന്നു, ഉള്ളാളത്തേക്ക് പോവാണ്. പിന്നെ പറയലാണ് ഉള്ളാളത്തേക്ക് പറന്നെത്തലാണ് ആടുകൾ. ആടൊക്കെ വിട്ടാൽ ഉള്ളാളത്തേക്ക് പറന്നെത്തലാണ്, പ്ലേറ്റ് കയറി വരും, അങ്ങനെ പലതും പറയാറുണ്ട്. അവസാനം ഈ ആടിങ്ങനെ പോയി. അതുകൊണ്ട് അവസാനിച്ചില്ല. ആട് ആ നാട്ടിൽ അണ്ടൂർക്കോണം എന്ന് പറയുന്ന പ്രദേശത്ത് പ്രശ്നമുണ്ടാക്കിയത് കൊണ്ട് അവസാനിച്ചില്ല ആടിന്റെ ആ ഓട്ടം. പിന്നീട് എന്താ സംഭവിച്ചത് കണ്ടോളൂ. സുപ്രീം കോടതി വിധിയുടെ വ്യാഖ്യാനങ്ങൾ വളരുമ്പോൾ ഇവിടെ ഒരു ജനകീയ വിചാരണ തുടരുകയാണ്. ഭക്തിമാർഗത്തിലൂടെ സഞ്ചരിക്കുന്ന വിശുദ്ധയാട് ഒടുവിൽ കർണാടകയിലെ ഉള്ളാളത്തെത്തിയെന്നാണ് ചിലർ അവകാശപ്പെടുന്നത്. തിരുവനന്തപുരത്തെ അണ്ടൂർ കോണത്ത് നേർച്ച പിരിവെടുക്കുന്ന ഒരു ആടിന്റെ കഥ കഴിഞ്ഞയാഴ്ച അണിയറയിൽ അവതരിപ്പിച്ചിരുന്നു. ഇതു സംബന്ധിച്ച അന്വേഷണത്തിനെത്തിയ ക്യാമറ ടീം കണ്ട ദൃശ്യങ്ങൾ ഇതാണ്. ആകാശത്തു നിന്ന് പൊട്ടി വളച്ചു വന്നതാ അല്ല, ഇത് കുറെ ആൾക്കാരെ വണ്ടി പിടിച്ച് ഇവിടെ കൊണ്ട് വിട്ടുകൊടുത്തു. ഒരാഴ്ചക്കകം അണിയറയ്ക്ക് സുബൈർ കുഞ്ഞെന്നയാളിന്റെ ഒരു കത്ത് ലഭിച്ചു. ആടിന് നേർച്ചയാക്കി വിട്ട അതേ വ്യക്തിയാണ് ഇത് എഴുതുന്നത് എന്ന് തുടങ്ങിയ കത്തിനൊപ്പം ആട് ഉള്ളാളയിലെത്തിയെന്നൊരു അറിയിപ്പിന്റെ കോപ്പിയും ഉണ്ടായിരുന്നു. മകൾ സമീറ ബീവിയുടെ രോഗശാന്തിക്കായാണ് തിരുവനന്തപുരം തൊളിക്കോട് നിവാസി സുബൈർ കുഞ്ഞ് കർണാടകയിലെ ഉള്ളാളയിൽ സെയ്ദ് ഷെറീഫുൽ മദനി ദർഗയിലേക്ക് ആടിനെ നേർച്ചയാക്കിയത്. ആട് കുറെ നാൾ തൊളിക്കോടും പരിസരത്തും തന്നെ ഉണ്ടായിരുന്നു. അവിടെ നിന്നും കാറിലാണ് സുബൈർ കുഞ്ഞ് ആടിനെ തലസ്ഥാനത്തെ തന്നെ തമ്പാനൂരിലെത്തിച്ചത്. നവംബർ 11 അവിടെ നിന്നും ആട് യാത്ര തുടങ്ങി. എന്നാൽ 3 ദിവസത്തോളം തമ്പാനൂർ പരിസരത്ത് ആടുണ്ടായിരുന്നതായി പിന്നീട് വിവരം ലഭിച്ചു. അത് ഞങ്ങൾ തമ്പാനൂരിനടുത്താ കൊണ്ടുവന്ന് വിട്ടത്. മോളെയും കൊണ്ട് ആശുപത്രിയിൽ പോകുന്ന വഴിക്ക് തമ്പാനൂരിനടുത്താ കൊണ്ടുവന്ന് വിട്ടത്. അപ്പോൾ അത് അവിടെ നിന്ന് എങ്ങനെയോ ആ പള്ളിയിൽ ചെന്നെത്തി. അവിടെ നിന്ന് ഇത് കണ്ടവർ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ട്. അപ്പോൾ ഈ പത്രവാർത്തയൊക്കെ മുമ്പും കണ്ടിട്ടുണ്ടല്ലോ. അവർ റെയിൽവേ സ്റ്റേഷനിൽ വിട്ട ട്രെയിനിൽ കയറി പൊക്കോളൂ എന്നുള്ള ഉദ്ദേശത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ട് വിട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ നിന്ന് വീണ്ടും തിരിച്ച് ഈ പള്ളിയിൽ വന്നെന്ന് പറയുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു പ്ലാവിൻ്റെ ഇലയൊക്കെ വെച്ച് കൊടുത്ത് പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ കൊടുത്ത് അവിടെ തന്നെ കെട്ടിയിട്ടിരുന്നു. പിറ്റേന്ന് അഴിച്ചു വിട്ടത്. നവംബർ 20 അതായത് 9 ദിവസത്തിനു ശേഷം തലസ്ഥാനത്ത് നിന്നും 30 കിലോമീറ്റർ അകലെ അണ്ടൂർ കോണത്ത് ആടിനെ NTV ക്യാമറ ടീം കണ്ടു. ആട് ഇങ്ങനെ കാണിക്ക സ്വീകരിച്ച് ഉള്ളാളയിൽ എത്തിച്ചേരുമെന്നാണ് സങ്കല്പവും വിശ്വാസവും. നവംബർ 20 അണ്ടൂർ കോണത്ത് നിന്ന് പുറപ്പെട്ട നമ്മുടെ നായകനാട് ഡിസംബർ 1 ഉള്ളാളയിൽ എത്തിയതായി അറിയിപ്പ് വന്നിരിക്കുന്നു. അതായത് 10 ദിവസം കൊണ്ട് ആട് 800 കിലോമീറ്ററിലധികം സഞ്ചരിച്ചിരിക്കണം.